പ്രിയപ്പെട്ട കുട്ടികളെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിന്റെ അവസാനത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന ഒരു ഭാഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അവസാനത്തെ ഈ ചാപ്റ്ററിന്റെ ഒരു ഭാഗമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എങ്ങനെയാണ് എഴുതുക, അതുമായി ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, അതെന്താണ്, അതേപോലെ ഡയമെൻഷൻ ഓഫ് അനാലിസിസിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, ഈ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന ഈ ഭാഗം, വാട്ട് ഈസ് ഡയമെൻഷൻ, അതാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് ദ പവേഴ്സ് ടു വിച്ച് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് മസ്റ്റ് ബി റൈസ്ഡ് ടു റെപ്രസെന്റ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏത് പവറിലേക്ക് റൈസ് ചെയ്യേണ്ടത്, അതിനെയാണ് അങ്ങനെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് റൈസ് ചെയ്ത് എഴുതുന്നതിനെയാണ് ഡയമെൻഷൻ എന്ന് വിളിക്കുന്നത്. നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കാം. വാട്ട് ഈസ് ഡയമെൻഷൻ സാധാരണ ഇത് ചോദിക്കാറില്ല. സോ ഇറ്റ് ഈസ് ദ പവേഴ്സ് ടു വിച്ച് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് മസ്റ്റ് ബി റൈസ്ഡ് ടു റെപ്രസെന്റ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഏതായാലും ഡെഫിനിഷൻ നോക്കി പോയിക്കൊണ്ടില്ലാരും. വാട്ട് ഈസ് ഡയമെൻഷൻ? ഇറ്റ് ഈസ് ദ പവർ ടു വിച്ച് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ റൈസ്ഡ് ടു റെപ്രസെന്റ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, നോക്കൂ ഒരു എക്സാമ്പിൾ. വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, അല്ലെ? സ്ഥാനാന്തരണം ബൈ സമയം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിനെയാണ് വെലോസിറ്റി എന്ന് വിളിക്കുക. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ദൂരാണ്, അല്ലെ? ഡിസ്റ്റൻസ്, ലെങ്ത് ആണ്. അപ്പൊ ലെങ്ത് ആണ്, അപ്പൊ എൽ എന്ന് കൊടുത്തു. ഡിവൈഡഡ് ബൈ ടൈം ആണ്, ടൈമിന് നമ്മൾ ക്യാപിറ്റൽ ടി എന്നാ കൊടുക്കുക. നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ 3 ലെറ്ററുകൾ ഉപയോഗിച്ചാൽ മതി. കാരണം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് 7 ഉണ്ട്. SI യൂണിറ്റിൽ 7 ഫണ്ടമെന്റൽ യൂണിറ്റുകൾ ഉണ്ട്, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. മാസ്, ലെങ്ത്, ടൈം എന്നതിന് പുറമെ പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്, ഇലക്ട്രിക് കറണ്ട് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, അതേപോലെ ലുമിനസ് ഇന്റൻസിറ്റി ഉണ്ട്. 4 ഉണ്ട്. പിന്നെ 4 മൊത്തം 7 ഉണ്ട്. പക്ഷെ മെക്കാനിക്സിൽ നമുക്ക് ആകെ മാസും ലെങ്ത്തും ടൈമും മതി. മെക്കാനിക്സിലെ ഏത് ക്വാണ്ടിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിലും ഈ 3 മതിയാവും, മാസും ലെങ്ത്തും ടൈമും മതിയാവും. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ നമുക്കിപ്പോൾ +1 ഇനിയുള്ള അടുത്ത ചാപ്റ്ററുകളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഈ 3 ക്വാണ്ടിറ്റീസ്, മാസ് നമ്മൾ ക്യാപിറ്റൽ എം ആണ് ഉപയോഗിക്കുക, ലെങ്ത്തിന് ദൂരം വരുന്ന എല്ലായിടത്തും ക്യാപിറ്റൽ എൽ കൊടുക്കുക, ടൈം വരുന്നിടത്ത് ക്യാപിറ്റൽ ടിയും കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ മതി. എത്ര ഉള്ളു നമുക്ക് ആകും? വളരെ സിമ്പിൾ സാധനമാണ്. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം. ഡിസ്പ്ലേസ്മെന്റിന് ദൂരാണ്, ദൂരായതുകൊണ്ട് ക്യാപിറ്റൽ എൽ എന്ന് കൊടുത്തു. ടൈം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ടി. അപ്പൊ അടിയിലെ ടി നമ്മൾ മുകളിലേക്ക് ചെയ്താണെങ്കിൽ എൽ ടി റേസ്റ്റ് എൽ ഉണ്ട്, ടി അടിയത്തെ ടി മുകളിലേക്ക് വരുമ്പോൾ ടി റേസ്റ്റ് -1 വരും. അപ്പോൾ വെലോസിറ്റി ഡയമെൻഷൻ എന്താ? എൽ ടി റേസ്റ്റ് ടു -1, അല്ലെ? ഇനി നമുക്ക് വോളിയം. വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ പറഞ്ഞോളൂ. ഇവിടെ നമുക്കൊരു ക്യൂബ് ആണെങ്കിൽ എ ക്യൂബ് എന്നൊക്കെ കൊടുക്കാം. അപ്പൊ ഇവിടെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതാണ് വോളിയം. അപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാലും നീളാണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും നീളം തന്നെയാണ്, ഹൈറ്റ് എന്ന് പറഞ്ഞാലും നീളം തന്നെയാണ്, എല്ലാം ഓരോ ദൂരാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ലെങ്തിന്റെയും ബ്രെഡ്ത്തിന്റെ ഹൈറ്റിനൊക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ലെങ്ത് തന്നെയാണ്. അപ്പോൾ എൽ ഇൻറ്റു എൽ ഇൻറ്റു എൽ എന്ന് വരും, എൽ ക്യൂബ്. അപ്പൊ വോളിയത്തിന്റെ ഡയമെൻഷൻ എന്താ? എൽ ക്യൂബ് ആണ് വരിക. ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ് ഇക്വേഷൻ. മാസിന് എന്താ ലെറ്റർ വരിക? ക്യാപിറ്റൽ എം. വോളിയത്തിന് എന്താ വരിക? എൽ ക്യൂബ്. അപ്പോൾ മൊത്തത്തിൽ എന്താ വരിക? എം എൽ റൈസ് ടു -3 എന്ന് വരും, അല്ലെ? നമ്മൾ 5ാമത്തെ ചാപ്റ്റർ പഠിച്ച സമയത്ത് മൊമെന്റം പഠിച്ചിരുന്നു. വാട്ട് ഈസ് മൊമെന്റം? മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, പ്രോഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി, അല്ലെ? പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. സോ മാസിന്റെ ഡയമെൻഷൻ എന്താ വരിക? ക്യാപിറ്റൽ എം. വെലോസിറ്റിക്ക് എന്താ വരിക? എൽ ടി റൈസ് ടു -1, അല്ലെ? വെലോസിറ്റി എങ്ങനെ കിട്ടി? നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെന്റ് ടൈം ആണ് വെലോസിറ്റി. അപ്പോൾ മൊത്തത്തിൽ എന്താ വരിക? മൊമെന്റത്തിന്റെ മാസിന് എം, വെലോസിറ്റിക്ക് എൽ ടി റൈസ് ടു -1. അപ്പോൾ മൊത്തത്തിൽ എം എൽ ടി റൈസ് ടു -1, അല്ലെ? നമ്മൾ അന്ന് അവിടെ എഴുതിയിട്ടുണ്ടാവും. അത് നിങ്ങൾ ആ ഭാഗം തൊട്ട് നോക്കുകയാണെങ്കിൽ മൊമെന്റത്തിനും ഫോഴ്സിനൊക്കെ നമ്മൾ അവിടെ ഡയമെൻഷൻ എഴുതിയിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ ഇപ്പോൾ നോക്കണ്ട, നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും. അപ്പൊ ഇങ്ങനെ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിന്റെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഡയമെൻഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഡെൻസിറ്റി ഡയമെൻഷൻ ആണ് എം എൽ റൈസ് ടു -3. ഓക്കെ, അപ്പൊ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് പറയാൻ പറ്റും? ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണ് ഇക്വേഷൻ. അപ്പൊ മാസിന് എന്താ വരിക? ക്യാപിറ്റൽ എം വരും. ആക്സലറേഷന്റെ ഇക്വേഷൻ എന്താ? അത് അറിയണം. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സലറേഷൻ. അപ്പൊ വെലോസിറ്റിന്റെ ഡയമെൻഷൻ എന്താ? എൽ ടി റൈസ് ടു -1 ആണ്. ബൈ വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സലറേഷൻ. അപ്പൊ എൽ ടി റൈസ് ടു -1 ബൈ പിന്നെ ഒരു ടൈം വരും. അപ്പൊ എന്ത് വരും? എൽ ടി റൈസ് ടു -2 എന്ന് വരും മൊത്തത്തിൽ. അതാണ് ആക്സലറേഷൻ. അപ്പൊ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്താ വരാ? എം എ എന്നാണ് ഇക്വേഷൻ. മാസ് ഇൻറ്റു ആക്സലറേഷൻ. മാസിന് എം വരും, ആക്സലറേഷന് എൽ ടി റൈസ് ടു -2 വരും. അപ്പൊ മൊത്തത്തില് എം എൽ ടി റൈസ് ടു -2. ക്ലിയർ?
ഇങ്ങനെ എഴുതുന്നതിനാണ് ഡയമെൻഷൻ എന്ന് വിളിക്കുക. ഇനി അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് ഡയമെൻഷനുമായി ബന്ധപ്പെട്ട് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. പരീക്ഷയ്ക്ക് പല പ്രാവശ്യം വന്ന ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലുള്ള ഒരു ചോദ്യം സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തായാലും പഠിക്കണം, ഇതിന്റെ പേരും അറിയണം. പരീക്ഷ ചിലപ്പോൾ നെയിം ദ പ്രിൻസിപ്പിൾ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ എന്താ? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ പറയണത്, എ ഗിവൺ ഫിസിക്കൽ റിലേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ഇഫ് the dimensions of the various terms on either side of the relation are the same. ഒരു ഇക്വേഷന്റെ എല്ലാ ടേമിന്റെ ഡയമെൻഷൻസ് ഈക്വൽ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ സമത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലാ ടേമുകളും ഉണ്ടാവും. ഈ എല്ലാ ടേമിന്റെ ഡയമെൻഷൻ ഈക്വൽ ആണെങ്കിൽ മാത്രമാണ് ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവുക. ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ, ഒരു ഇക്വേഷന് ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ ആ ഇക്വേഷനിലുള്ള എല്ലാ ടേമിന്റെ ഡയമെൻഷൻ ഈക്വൽ ആണ്, ഒരേപോലെ ആവണം. ഒരു ഇക്വേഷൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ എ പ്ലസ് ബി ഈക്വൽ ടു സി പ്ലസ് ഡി ആണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഡയമെൻഷൻ പ്രകാരം ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ ഡയമെൻഷൻ ഓഫ് എ ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ബി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് സി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ഡി ആയിരിക്കണം. ഡയമെൻഷൻ എന്നുള്ളതിനാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തത്. അല്ലെങ്കിൽ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ് എന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഡയമെൻഷൻ ഓഫ് എയും ഡയമെൻഷൻ ഓഫ് ബിയും ഡയമെൻഷൻ ഓഫ് സിയും ഡയമെൻഷൻ ഓഫ് ഡി ഒക്കെ ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ പറയുന്നത് ഒരു റിലേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെങ്കിൽ ആ ഇക്വേഷനിലുള്ള എല്ലാ ടേംസിന്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആവണം. ക്ലിയർ? ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് അപ്ലിക്കേഷൻസ് പറയാൻ പറ്റും. ഒന്നാമത്, ടു ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് എ ഗിവൺ ഫിസിക്കൽ റിലേഷൻ. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെ? എങ്ങനെ ചെക്ക് ചെയ്യുക? എല്ലാ ടേമിന്റെ ഡയമെൻഷൻസ് കണ്ടു നോക്കുക, ഒക്കെ ഒരേപോലെ ആണെങ്കിലേ ഡയമെൻഷനലി കറക്റ്റ് ആവുള്ളൂ, ഒരേപോലെ അല്ലെങ്കിലോ ഡയമെൻഷനലി കറക്റ്റ് അല്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമതോ, ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും, ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും ഇത് ഉപയോഗിച്ചിട്ട്. മറ്റൊന്ന്, ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ടു അനദർ. ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിൽ നിന്ന് മറ്റൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് പോകാൻ പറ്റും ഏത് ഉപയോഗിച്ചിട്ട്? ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട്. എങ്ങനെയാണ് പോവുക? ആ 3 ആപ്ലിക്കേഷനും നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ന്യൂമറിക്കൽ പ്രോബ്ലം ആയിട്ടാണ് സാധാരണ വരിക, അല്ലാതെ ഇത് അതേപോലെ ചോദിക്കൂല. എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ കഴിയണം. അപ്പൊ ഒന്നാമത്, ടു ചെക്ക് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് എ ഗിവൺ ഫിസിക്കൽ റിലേഷൻ. എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യാം. അതിന് വി യൂസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. അപ്പൊ ഇക്വേഷൻ കറക്റ്റ് ആണോ കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാ ഉപയോഗിക്കുക? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ അല്ലെ? പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുണ്ട്, ഏതാണ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കുക അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ ആ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാൻ പറയും ചിലപ്പോൾ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കണം. ഓക്കെ, എങ്ങനെയാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യുക? ഇഫ് ദ ഡയമെൻഷൻസ് ഓൺ ഓഫ് എവറി ടേം ഇൻ ഗിവൺ ഫിസിക്കൽ റിലേഷൻ ഈസ് സെയിം. ഈ ഇക്വേഷനിലുള്ള എല്ലാ ടേമിനും ഡയമെൻഷൻസ് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? ഫിസിക്കൽ റിലേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്, ഇക്വേഷൻ കറക്റ്റ് ആയിരിക്കും. ഇനി അല്ലെങ്കിലോ ഡയമെൻഷനലി കറക്റ്റ് അല്ല എന്ന് പറയാൻ പറ്റും. നോക്കൂ, എക്സാമ്പിൾ നോക്കൂ. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പൊ നമ്മളിവിടെ ഇക്വേഷൻ ചെക്ക് ചെയ്യാണ്. ഇക്വേഷന്റെ ഡയമെൻഷൻ ഇതിൽ എത്ര ടേംസ് ഉണ്ട്? 3 ടേമാണ് ഉള്ളത് അല്ലെ? ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈക്വൽ ടു ചിഹ്നം, അല്ലെങ്കിൽ പ്ലസ്, അല്ലെങ്കിൽ മൈനസ്, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നെ ടേമുകളായി മാറുക. അപ്പൊ ഇവിടെ ഏതൊക്കെ ടേം? എസ് എന്നുള്ളൊരു ടേമാണ്, യു ടി എന്നുള്ളൊരു ടേമാണ്. യു വേറെ ടേമും ടി വേറെ ടേമും ഇല്ല, കാരണം യു ഇൻറ്റു ടി ഇതാണ്. ഗുണിക്കണം എന്ന് വന്നാൽ അതിന്റെ അടി ടേം മാറൂല. അപ്പൊ യു ടി എന്നുള്ളത് ഒറ്റ ടേമാണ്. ഹാഫ് എ ടി സ്ക്വയർ ഒറ്റ ടേമാണ്, ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ടി സ്ക്വയർ, അതൊക്കെ ഗുണിക്കണം. അതിന്റെ അടി പ്ലസ് വന്നാൽ ടേം മാറുള്ളൂ. ഇവിടെ ഹാഫ് എ ടി സ്ക്വയർ ഒരു ടേമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഡയമെൻഷൻ, എസിന്റെ ഡയമെൻഷൻ എന്താ പറയുക? എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതുകൊണ്ട് എസിന്റെ ഡയമെൻഷൻ ലെങ്ത് വരും, എല് വരും. ഇനി യു ടി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ഇൻറ്റു ടൈം എന്നാ. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്. പരീക്ഷയ്ക്ക് അത് തരും കേട്ടോ. ഇവിടെ നമുക്ക് അറിയാത്ത ഇക്വേഷൻ ആണെങ്കിൽ ഓരോ ടേമും എന്താണെന്ന് തരും. അപ്പൊ എസ് യു എന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി ആണ്. വെലോസിറ്റി യു ടി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം എന്നാ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻ എന്താ? എൽ ടി റേഷ്യോ -1 ഇൻറ്റു ടൈമിന്റെ ഡയമെൻഷൻ എന്താ? ടി. അപ്പൊ ടിയും ടി റേഷ്യോ -1 കൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ എന്താ ബാക്കി ഉണ്ടാവുക? എല് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, എൽ. അപ്പൊ എല് തന്നെ കിട്ടി യു ടിന്റെ ഡയമെൻഷൻ. ഇനി ഹാഫ് എ ടി സ്ക്വയർ ഡയമെൻഷൻ, ഹാഫ് എന്ന് പറഞ്ഞാൽ സംഖ്യയാണ്, സംഖ്യക്ക് ഡയമെൻഷൻ ഇല്ലേ, ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലല്ലോ. ഇനി എ ആക്സലറേഷൻ ആണ്, ആക്സൽ എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡയമെൻഷൻ എന്താ? എൽ ടി റേഷ്യോ -2 ആണ്, ഇൻറ്റു ടി സ്ക്വയർ, ടൈമിന്റെ സ്ക്വയർ, ടൈമിന്റെ ഡയമെൻഷൻ എന്താ? ക്യാപിറ്റൽ ടി, അതിന്റെ സ്ക്വയർ വരും. അപ്പോൾ ടി റേഷ്യോ മൈനസും ടി റേഷ്യോ സ്ക്വയറും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ എല് മാത്രം ബാക്കിയാവും.
അപ്പോൾ ഓരോ ടേമിന്റെ ഡയമെൻഷൻസ് ഇവിടെ എൽ, എല്ലാ ടേമിന്റെ ഡയമെൻഷൻ എൽ തന്നെയാണ് അല്ലെ. എസ് എൻ ഡയമെൻഷൻ എൽ തന്നെയാണ്. യു ടി എന്നുള്ള ടേമിന്റെ ഡയമെൻഷൻ എൽ തന്നെയാണ്. ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ടേമിന്റെ ഡയമെൻഷൻ എൽ തന്നെയാണ്. അതുകൊണ്ട് 3 ടേമിന്റെ ഡയമെൻഷൻസ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഇക്വേഷൻ ഫിസിക്കൽ കറക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഇക്വേഷൻ എങ്ങനെയാണ് ഡയമെൻഷനലി കറക്റ്റ് ആണോ ഡയമെൻഷനലി കറക്റ്റ് അല്ലെന്ന് ചെക്ക് ചെയ്യുക. ഓരോ ടേമിന്റെ ഡയമെൻഷൻസ് കണ്ടുനോക്കുക. എല്ലാം ഈക്വൽ ആണെങ്കിൽ അത് ഡയമെൻഷനലി കറക്റ്റ് ആണ് എന്ന് പറയാൻ പറ്റും. ഡയമെൻഷനലി കറക്റ്റ് ആണെന്ന് കരുതി ഫിസിക്കലി കറക്റ്റ് ആണോ എന്ന് നിർബന്ധമില്ല. ഇപ്പൊ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ. ഇക്വേഷൻസ് ഓഫ് മോഷനിൽ വരുന്ന ഒരു ഇക്വേഷൻ ആണ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ ഇക്വേഷൻ കറക്റ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ ഡയമെൻഷൻ കണ്ടപ്പോൾ നമുക്ക് എല്ല് തന്നെ കിട്ടിയത്. അതുകൊണ്ട് ഡയമെൻഷനലിയും കറക്റ്റ് ആണ്, ഫിസിക്കലിയും കറക്റ്റ് ആണ്. അപ്പോൾ ഫിസിക്കലി കറക്റ്റ് ആണ്, ഡയമെൻഷനലി കറക്റ്റ്, രണ്ടും കറക്റ്റ് ആണ്. ഇനി ഇക്വേഷൻ ഇപ്പൊ ഇങ്ങനെ എഴുതിയാലോ, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് കൊണ്ട് ഒഴിവാക്കി. അപ്പൊ എസ് ഈക്വൽ ടു യു ടി പ്ലസ് എ ടി സ്ക്വയർ, അല്ലെങ്കിൽ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫിന് പകരം 10 എന്ന് കൊടുത്ത ഒരാള് എസ് ഈക്വൽ ടു യു ടി പ്ലസ് 10 എ ടി സ്ക്വയർ, അങ്ങനെ എഴുതിയാലോ. അങ്ങനെ എഴുതിയാലും ഡയമെൻഷൻസ് കാണുമ്പോൾ എസിന്റെ ഡയമെൻഷൻ എല്ലിൽ തന്നെ കിട്ടുക, യു ടിന്റെ ഡയമെൻഷൻ എല്ലിൽ തന്നെയാണ് കിട്ടുക. 10 എ ടി സ്ക്വയർ എന്ന് കൊടുത്താലും ഡയമെൻഷൻ എല്ലിൽ തന്നെ കിട്ടുക. ഇനി അവിടെ 10 എന്നല്ല എന്ത് സംഖ്യ കൊടുത്താലും എല്ലിൽ തന്നെ കിട്ടുക. സംഖ്യ കൊടുത്തിലും എല്ലാം കിട്ടുക. ഇനി യുടിന്റെ മുമ്പ് നമ്മളൊരു 10 ഇട്ടാലും 15 ഇട്ടാലും ഹാഫ് ഇട്ടാലും പോയിന്റ് ഇട്ടാലും ഒക്കെ പിന്നെ ഡയമെൻഷൻ സെയിം തന്നെ കിട്ടുക. അപ്പോൾ ഡയമെൻഷൻ എല്ല് തന്നെ കിട്ടുക, 3ന് ഡയമെൻഷൻ. അപ്പൊ ഡയമെൻഷനലി കറക്റ്റ് ആവും ഇക്വേഷൻ, പക്ഷെ ഫിസിക്കലി കറക്റ്റ് അല്ല. പക്ഷെ ഫിസിക്കലി കറക്റ്റ് ആവണമെങ്കിൽ നിർബന്ധമായിട്ടും ഡയമെൻഷനലി കറക്റ്റ് ആവണം. ഡയമെൻഷനലി കറക്റ്റ് ആയ എല്ലാ ഇക്വേഷൻസും ഫിസിക്കലി കറക്റ്റ് ആവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരു ഇക്വേഷൻ തെറ്റാണോ തെറ്റില്ലേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി, ആ ഇക്വേഷൻ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എല്ലാത്തിനും ഡയമെൻഷൻ വേറെ വേറെ കിട്ടിയത്. അങ്ങനെയാണ് ഇക്വേഷൻ ഡയമെൻഷനലിയും കറക്റ്റ് അല്ല, ഫിസിക്കലിയും കറക്റ്റ് അല്ല. വേറെ ഇക്വേഷൻ നമ്മൾ ചെയ്തു, എല്ലാ ടൈമിനും ഡയമെൻഷൻസ് സെയിം ആണ്. അപ്പൊ നമുക്ക് പറയാം ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്, ഫിസിക്കലി ചിലപ്പോൾ കറക്റ്റ് ആവും, ചിലപ്പോൾ കറക്റ്റ് ആവില്ല. ഡയമെൻഷനലി കറക്റ്റ് ആയാൽ മാത്രമേ എന്താവുള്ളൂ, ഫിസിക്കലി കറക്റ്റ് ആവുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് മറ്റൊരു ആപ്ലിക്കേഷൻ ആണ്. ഡയമെൻഷൻ അനാലിസിസ് മറ്റൊരു ആപ്ലിക്കേഷൻ ആണ് ടു എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും നമുക്ക്. If we know the factors on which a given physical quantity depends, we can derive the relationship among them. നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഡയമെൻഷന്റെ മറ്റൊരു ആപ്ലിക്കേഷൻ. ഒരു എക്സാമ്പിൾ അവിടെ ചെയ്തിട്ടുണ്ട്. To find an expression for the time period of a simple pendulum, given that the time period may depend upon mass of the bob, length of the pendulum, acceleration due to gravity. നമുക്ക് ഒരു സിമ്പിൾ പെൻഡുലം എന്ന് പറയാൻ അറിയില്ല, എങ്ങനെ ആടുന്ന പെൻഡുലം, ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇങ്ങനെ കറങ്ങി വരാൻ എടുക്കുന്ന സമയം അല്ലെ. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് തന്നെ കറങ്ങി വരാൻ എടുക്കുന്ന സമയം, അതിനെ ടൈം പീരീഡ് എന്ന് വിളിക്കാം. അങ്ങനെ ഒരു പ്രാവശ്യം കറങ്ങി വരാൻ എടുക്കുന്ന സമയം, അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അത് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യത ഉള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫാക്ടേഴ്സ് നമുക്ക് അറിയണം ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നുള്ള. അപ്പൊ ഒന്ന് മാസ് ഓഫ് ദി ബോബ്, ആ കല്ലിന്റെ ഇപ്പോൾ കല്ലിങ്ങനെ കെട്ടി തൂക്കുകയാണെങ്കിൽ ആ കല്ലിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല, ഡിപ്പെൻഡ് ചെയ്യാം. ലെങ്ത് ഓഫ് ദി പെൻഡുലം, അത് കെട്ടി തൂക്കിയ നൂലിന്റെ നീളത്തിനെ ഡിപ്പെൻഡ് ചെയ്യാം. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഭൂമി അതിനെ താഴേക്ക് വലിക്കുന്നുണ്ടാവും, അതിന്റെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഇതിന് മൂന്നിനും ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യത ഉണ്ട് നമ്മൾ എടുത്തു. അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിറൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ എന്താ, നമുക്ക് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ള നമുക്ക് അറിയണം. ഡിപ്പെൻഡ് ചെയ്യാൻ സാധ്യതയുള്ള സാധനങ്ങളുടെ പേര് നമുക്ക് അറിയണം, എന്നാലും നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇക്വേഷൻ എന്താ, നമ്മൾ എങ്ങനെ ഇക്വേഷൻ ചെയ്താൽ ദെൻ ടി പ്രൊപ്പോർഷണൽ ടു ടൈം പീരീഡ് ഇക്വേഷണൽ ഡിറൈവ് ചെയ്യേണ്ടത്, അതുകൊണ്ട് നമ്മൾ ടി എന്ന് കൊടുത്തു. പ്രൊപ്പോർഷണൽ ടു ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം, മാസ് ഓഫ് ദി ബോബ് എം, പിന്നെ ലെങ്ത് ഓഫ് ദി ബോബ് എൽ, ആക്സലേഷൻ ടു ഗ്രാവിറ്റി ജി, മൂന്നിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓരോന്നിന്റെ പവർ നമ്മൾ സ്മോൾ ലെറ്റർ എ, സ്മോൾ ലെറ്റർ ബി, സ്മോൾ ലെറ്റർ സി എന്ന് കൊടുത്തു. സോ ടി ഈസ് പ്രൊപ്പോർഷണൽ ടു എം റൈസ് ടു എ, എൽ റൈസ് ടു ബി, ജി റൈസ് ടു സി എന്ന് കൊടുത്തു. ഏതൊക്കെ ഫാക്ടറുകൾ ഉണ്ടോ ആ ഫാക്ടറുകളൊക്കെ എഴുതുക, എന്നിട്ട് ഒക്കെ റൈസ് ടു പവർ അങ്ങനെ എ ബി സി ഡി ഇങ്ങനെ കൊടുത്തു പോവുക, അത്രേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ടി ഈക്വൽ ടു ചെയ്ത ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഈക്വൽ ടു സൈനിലേക്ക് മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ടി പ്രൊപ്പോർഷണൽ ടു എന്നതിന് പകരം ടി ഈക്വൽ ടു എന്ന് കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കെ എന്ന് കൊടുത്തു. എം റൈസ് ടു എ, എൽ റൈസ് ടു ബി, ജി റൈസ് ടു സി, where k is a dimensionless constant of proportionality. dimensionless constant ആണ് k എന്ന് പറഞ്ഞാൽ, അതിന് ഡയമെൻഷൻ ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരു കോൺസ്റ്റന്റ് ആണ് k നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, ഇനി റൈറ്റിംഗ് ഡൗൺ ഡയമെൻഷൻ ഓൺ ഐദർ സൈഡ് ഓഫ് ദി ഇക്വേഷൻ. പിന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇക്വേഷന്റെ രണ്ട് സൈഡിലും ഡയമെൻഷൻ ചെയ്താൽ. ഇക്വേഷൻ രണ്ട് സൈഡിലും എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഒരു സൈഡിൽ എന്താ ഉള്ളത്, ക്യാപിറ്റൽ ടി ആണ്, മറ്റേ സൈഡിൽ എന്താ ഉള്ളത്, കെ, എം റൈസ് ടു എ, എൽ റൈസ് ടു ബി, ജി റൈസ് ടു സി. ആ രണ്ടിന്റെയും ഡയമെൻഷൻ ചെയ്താൽ. അപ്പൊ ടീന്റെ ഡയമെൻഷൻ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലുള്ളത്
ക്യാപിറ്റൽ ലെറ്റർ ടി ആണ്. ടൈമിന്റെ ഡയമെൻഷൻ എന്താ? ടി ക്യാപിറ്റൽ ലെറ്റർ ടി തന്നെ. ടൈം പീരീഡ് ആണ് അല്ലേ, അതിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ലെറ്റർ ടി ആണ്. അപ്പൊ നമ്മള് പിന്നെ എഴുതാണ്. അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? ഡയമെൻഷൻ ടീന്റെ ഡയമെൻഷൻ ടീന്ന് മാത്രം വരും. നമ്മൾ ഒരു ഫോർമാറ്റിന് വേണ്ടിയിട്ട് എമ്മില് 0 എല്ലും 0, അതിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. എമ്മില് 0 എല്ല് 0 ടീല് മാത്രമേ ഉണ്ടാവുള്ളൂ T1. ടീന്ന് മാത്രം കൊടുത്താലും മതി. ടീന്ന് പറഞ്ഞാൽ T1 ആണ്. ഈക്വൽ ടു അപ്പുറത്തുള്ളത് ഏതൊക്കെയാ വരിക? സമത്തിന്റെ അപ്പുറത്തുള്ള കെ ആണ്. കെക്ക് ഡയമെൻഷൻ ഇല്ല. നമ്മൾ പറഞ്ഞു കെ എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. പിന്നെ എം മാസ് ആണ്, മാസ് ഓഫ് ദി ബോബ്. മാസിന്റെ ഡയമെൻഷൻ എന്താ? ക്യാപിറ്റൽ എം. അപ്പൊ ക്യാപിറ്റൽ എം എന്ന് എഴുതി, അതിന്റെ പവറിൽ എ എന്ന് കൊടുത്തു. പിന്നെ വേറെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാ? ലെങ്ത് ഓഫ് ദി ബോബ് എല്ലിന്റെ ഡയമെൻഷൻ എന്താ? ക്യാപിറ്റൽ എൽ തന്നെയാണ്. റേസ് ടു ബി എന്ന് കൊടുത്തു, എൽ റേസ് ടു ബി. അടുത്തത് ജി ആണ്, ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഡയമെൻഷൻ എന്താ? ആക്സിലേഷൻ ഡയമെൻഷൻ എൽ ടി റേസ് ടു -2, അതിന്റെ റേസ് ടു സി എന്ന് കൊടുത്തു. നമ്മൾ അതൊക്കെ ഒന്ന് എഴുതി, ഓർഡറിൽ എഴുതി. അപ്പൊ എമ്മില് എ മാത്രമേ ഉള്ളൂ, എല്ലില് എൽ റേസ് ടു ബിയും ഉണ്ട്, എൽ റേസ് ടു സിയും ഉണ്ട് അല്ലെ. എൽ റേസ് ടു ബി ഉണ്ട്, പിന്നെ ആക്സിലേഷന്റെ അവിടെ ഒരു എൽ ഉണ്ട്, അപ്പൊ അവിടെ എൽ റേസ് ടു സി വരും. എൽ റേസ് ടു ബി ഇൻറ്റു എൽ റേസ് ടു സി ചെയ്താൽ എൽ റേസ് ടു ബി പ്ലസ് സി എന്ന് വരും അല്ലെ. എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ ചെയ്താൽ എക്സ് റേസ് ടു എം പ്ലസ് എൻ എന്ന് കിട്ടും. ഇനി ടീല് -2 ഇൻറ്റു സി എക്സ് റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം എൻ, അതാണ് ഇക്വേഷൻ. അപ്പൊ ടി റേസ് ടു -2 സി എന്ന് കിട്ടും. കമ്പയറിംഗ് ദ ഡയമെൻഷൻ ഓൺ ഐദർ സൈഡ്, നമുക്ക് ഇക്വേഷൻ കമ്പയർ ചെയ്യാം. ഡയമെൻഷനിൽ പവറുകളിൽ കമ്പയറിംഗ് ദ പവേഴ്സ് ഓൺ ഐദർ സൈഡ്, പവറുകൾ ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ എമ്മിന്റെ പവർ എന്താ വരിക? എമ്മിന്റെ പവർ ആ ഭാഗത്ത് എമ്മിന്റെ പവർ എ ആണ്, ഈ ഭാഗത്ത് എമ്മിന്റെ പവർ 0 ആണ്. അപ്പൊ എ ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇനി എല്ലിന്റെ പവർ ഈ ഭാഗം റൈറ്റ് സൈഡിലുള്ളത് ബി പ്ലസ് സി എന്നാണ്, ലെഫ്റ്റ് സൈഡിലുള്ളത് എല്ലിന്റെ പവർ 0 ആണ്. അപ്പൊ ബി പ്ലസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ടീന്റെ പവർ റൈറ്റ് സൈഡിലുള്ളത് -2c ആണ്, ലെഫ്റ്റ് സൈഡിലുള്ളത് 1 ആണ്. അപ്പൊ -2 ഈക്വൽ ടു -2c ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. ഇതിൽ നിന്ന് നോക്കൂ, -2c ഈക്വൽ ടു 1. അപ്പൊ അതിന് c ഈക്വൽ ടു എന്ത് ചെയ്താൻ പറ്റും? -1/2 എന്ന് വരും. ഈ 2 അടിക്ക് പോകും അല്ലെ, മൈനസും പോകും. സോ -1/2 എന്ന് വരും. സിന്റെ വില -1/2 എന്ന് ബി പ്ലസ് ഈക്വൽ ടു 0 കൊടുക്കുക. അപ്പൊ ബിന്റെ വില എന്താ കിട്ടുക? +1/2 എന്ന് കിട്ടും. എന്നാലേ +1/2 -1/2 ഈക്വൽ ടു 0 എന്ന് വരിക. അപ്പൊ ബിന്റെ വില +1/2 എന്ന് കിട്ടും. എന്റെ വില 0 നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പൊ എന്റെയും ബിന്റെയും സിന്റെയും വില കിട്ടി. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ കൊടുക്കുക. ഏത് ഇക്വേഷനിൽ? നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ, ടി ഈക്വൽ ടു പറഞ്ഞ ഇക്വേഷൻ, ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പുട്ടിംഗ് ദ വാല്യൂസ് ഇൻ അബവ് ഇക്വേഷൻ, ടി ഈക്വൽ ടു എന്ത് വരും? കെ എം റേസ് ടു 0 എൽ റേസ് ടു 1/2 ജി റേസ് ടു -1/2. The value of k is found by an experiment comes out to be 2π. Kന്റെ വില 2π ആണ്. അവിടുന്ന് കിട്ടിയത്. അത് നമുക്ക് അങ്ങനെ അറിയണം. ചില എക്സ്പെരിമെന്റിലാണ് നമ്മൾ കിട്ടുക. ഇത് ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യണമെങ്കിൽ കെന്റെ വില നമുക്ക് തരും. അപ്പൊ നിങ്ങൾ കെന്റെ വില വേറെ ഏതെങ്കിലും മെത്തേഡ് കൂടെ കണ്ട് കെന്റെ വില കിട്ടിയാലേ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഡയമെൻഷന്റെ ഭാഗത്തു നിന്നുള്ള സാധനമല്ല. കെന്റെ വില പരീക്ഷയ്ക്ക് പ്രോബ്ലം തരുമ്പോൾ കെന്റെ വില തരും. അപ്പൊ കെന്റെ വില 1 ആണ്, അല്ല കെന്റെ വില ഇവിടെ 2π ആണ്. ആൻഡ് ഹെൻസ് ടി ഈക്വൽ ടു തരും. കെന്റെ വില 2π എന്ന് കൊടുത്തു. എം റേസ് ടു 0 പറഞ്ഞാൽ എമ്മില് ഡിപ്പെൻഡൻസ് ഇല്ല. എം റേസ് ടു 0 പറഞ്ഞാൽ 1 ആണ്, അപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ എം എഴുതണ്ട. എൽ റേസ് ടു 1/2 ഉണ്ട്. എൽ റേസ് ടു 1/2 ജി റേസ് ടു -1/2 എന്നാണ്. ജി റേസ് ടു -1/2 പറഞ്ഞാൽ നമുക്ക് അടിയിൽ എഴുതാൻ പറ്റും. അപ്പൊ എൽ റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ ജി റേസ് ടു 1/2 എന്ന് എഴുതാൻ പറ്റും. റേസ് ടു 1/2 പറഞ്ഞാൽ റൂട്ട് ആണ്. അപ്പൊ എൽ റേസ് ടു 1/2 എന്നുള്ളതിന് പറഞ്ഞാൽ റൂട്ട് എൽ എന്ന് കൊടുക്കാം. ജി റേസ് ടു 1/2 പറഞ്ഞാൽ റൂട്ട് ജി എന്ന് കൊടുക്കാം. അപ്പൊ മൊത്തത്തിൽ വരിക റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് വരും. അപ്പൊ കെന്റെ വില 2π എന്നും കൂടി കൊടുത്താൽ ടൈം പീരിയഡ് ഇക്വേഷൻ ടി ഈക്വൽ ടു 2π റൂട്ട് ഓഫ് എൽ ബൈ ജി എന്ന് കിട്ടും. ഇതാണ് ടൈം പീരിയഡ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻസ് ഡെറിവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഒരു പ്രോബ്ലം നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതേപോലെ കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇത് കൂടുതൽ മനസ്സിലാവും എങ്ങനെയാണ് ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാന്നുള്ളത്. മറ്റൊന്ന്, ഒരു യൂണിറ്റിനെ മറ്റൊരു യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതും തിയറി ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു n1 u1 ഈക്വൽ ടു n2 u2 അങ്ങനെയാണെങ്കിൽ n1 എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ വാല്യൂ ഇൻ ഒരു യൂണിറ്റ് ആണ്, u1 ആസ് യൂണിറ്റ് in one system, and similarly n2 is a numerical value with u2 as unit in another system. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഉദാഹരണം പറയാം. ഇപ്പൊ ജൂള് എന്ന് പറഞ്ഞാൽ SI യൂണിറ്റിലെ എനർജിന്റെ യൂണിറ്റ് ആണ്. അതിന് നമുക്ക് പിന്നെ ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര എർഗ് അല്ലെങ്കിൽ എത്ര കലോറി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കലോറി എന്നുള്ള മറ്റൊരു യൂണിറ്റ് ആണ്. എർഗ് എന്ന് പറഞ്ഞാൽ വേറൊരു യൂണിറ്റ് ആണ്. അപ്പൊ ഇങ്ങനെയൊക്കെ യൂണിറ്റുകൾ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് എത്ര പിന്നെ ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ഡൈൻ എന്ന് പറഞ്ഞാലും ഫോഴ്സിന്റെ മറ്റൊരു യൂണിറ്റ് ആണ്. അപ്പൊ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ഡൈൻ ആണ്, അല്ലെങ്കിൽ ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര കലോറിയാണ്, അല്ലെങ്കിൽ ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര എർഗ് ആണ് എന്നൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും.
അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് എ നമ്മൾ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻ എം റൈസ് ടു എ എൽ റൈസ് ടു ബി ടി റൈസ് ടു സി ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? n1 ഇൻറ്റു m1 റൈസ് ടു എ l1 റൈസ് ടു ബി t1 റൈസ് ടു സി ഈക്വൽ ടു n2 ഇൻറ്റു m2 റൈസ് ടു എ l2 റൈസ് ടു ബി t2 റൈസ് ടു സി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ n2 ഈക്വൽ ടു എഴുതാണെങ്കിലോ n1 ഇൻറ്റു m1 റൈസ് ടു എ into L1 raised to B T1 raised to C divided by M2 raised to A L2 raised to B T2 raised to C എന്ന് എഴുതാൻ പറ്റും. or N1 is equal to M1 by N2 all raised to A L1 by L2 all raised to B T1 by T2 all raised to C ഇങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ അവിടെ നിങ്ങൾ മാർക്ക് കാണിച്ചോളൂ, അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. N2 equal to N1 into M1 by M2 all raised to A L1 by L2 all raised to C T1 by T2 all raised to C. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലം എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ പ്രോബ്ലം ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്കത് മനസ്സിലാവും. ഇനി ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് അതൊക്കെ പ്രോബ്ലം ആണ് ചെയ്യേണ്ടത്, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഈ ഡയമെൻഷണൽ അനാലിസിന്റെ ചില ലിമിറ്റേഷൻസ്. ഒന്ന്, ഇറ്റ് സപ്ലൈസ് നോ ഇൻഫർമേഷൻ അബൌട്ട് ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ്. നമ്മൾ പറഞ്ഞു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ കെ എന്നുള്ള ഒരു ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഡയമെൻഷണൽ കോൺസ്റ്റന്റ് വില എത്രയാണ് ഒരു ഐഡിയും ഈ ഡയമെൻഷൻ അനാലിസിസ് തരുന്നില്ല. അത് വേറെ എവിടെയെങ്കിലും കിട്ടണം, എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ലിമിറ്റേഷൻ, ദിസ് മെത്തേഡ് അപ്ലിക്കബിൾ ഓൺലി ഇൻ ദ കേസ് ഓഫ് പവർ ഫംഗ്ഷൻ ഇറ്റ് ഫെയിൽസ് ഇൻ കേസ് ഓഫ് എക്സ്പോണൻഷ്യൽ ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ഇക്വേഷൻ ഇങ്ങനെ പിന്നെ പവർ ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇക്വേഷനിൽ പിന്നെ എക്സ്പോണൻഷ്യലോ ട്രിഗണോമെട്രിയോ സൈനോ കോസ് ഒക്കെ വരുന്ന ഇക്വേഷൻ ആണെങ്കിൽ നമുക്കത് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. എക്സ്പോണൻഷ്യൽ വരുന്ന ഇക്വേഷൻ ആണെങ്കിൽ നമുക്കത് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന്, ഇറ്റ് ക്യാൻ ഓൺലി ചെക്ക് ദ വെദർ ഫിസിക്കൽ റിലേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ് ഓർ നോട്ട്. ഇറ്റ് കനോട്ട് ടെൽ വെദർ ദ റിലേഷൻ ഈസ് ആബ്സല്യൂട്ട്ലി കറക്റ്റ് ഓർ നോട്ട്. ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഡയമെൻഷണൽ കറക്റ്റ്നെസ് മാത്രം നോക്കാൻ ഇതിന് കഴിയുള്ളൂ. ഡയമെൻഷൻ അനാലിസിസിന് ഫിസിക്കൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ കഴിയില്ല. ഡയമെൻഷനലി കറക്റ്റ് ആണോ കറക്റ്റ് അല്ലേ എന്ന് മാത്രമേ ചെക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഡയമെൻഷനലി കറക്റ്റ് ആയ എല്ലാ ഇക്വേഷൻസും ഫിസിക്കലി കറക്റ്റ് ആണോ എന്ന് നിർബന്ധമൊന്നും ഇല്ല. മറ്റൊന്ന്, ഇറ്റ് കനോട്ട് ഐഡന്റിഫൈ ഓൾ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ഗിവൺ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപെൻഡ്സ് അപ്പോൺ. ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് അറിയണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ ഡയമെൻഷൻ അനാലിസിസ് അത് ഐഡന്റിഫൈ ചെയ്യണില്ല. ഏതൊക്കെ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊന്നും അത് ഐഡന്റിഫൈ ചെയ്യണില്ല. പിന്നെ നമുക്ക് ഏതൊക്കെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ള ഫാക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് മറ്റൊരു ലിമിറ്റേഷൻ. ഇതൊക്കെയാണ്. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദി ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പിന്നെ ഫുള്ള് ന്യൂമറിക്കൽ പ്രോബ്ലം ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ ഈ അവസാനത്തെ ഭാഗത്തു നിന്നുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്, അത് നമ്മൾ ചെയ്യും. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. ഓക്കെ, അത് ക്ലാസ് നമ്മളോട് നിർത്തുകയാണ്. താങ്ക് യു.